ഇന്ദിരാഗാന്ധിയെ ഉയർത്തിക്കാട്ടി പ്രചാരണത്തിന് കോൺഗ്രസ് അക്ബർ റോഡിലെ പഴയ AICC ആസ്ഥാനത്ത് കൂറ്റൻ ഫ്ലെക്സ് ബോർഡ് വെച്ചു. ഇന്ദിരയെപ്പോലെയാകാൻ കഴിയില്ലെന്നാണ് ഫ്ലെക്സിലുള്ളത്. റഹീസ് റഷീദ് ചേരുന്നുണ്ട്. റഹീസെ, AICC ആസ്ഥാനത്താണ് ഉള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ സമൂഹ മാധ്യമങ്ങളിലടക്കം കോൺഗ്രസ് അനുഭാവികളടക്കം ഇന്ദിരയെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് പല പോസ്റ്റുകളും ഷെയർ ചെയ്തിരുന്നു, പങ്കുവച്ചിരുന്നു. ഇതിപ്പോൾ ഈ ഫ്ലെക്സ് ബോർഡിൽ എന്താണ് പറയുന്നത്? അതിന് സമകാലികമായി എത്രത്തോളം പ്രാധാന്യമുണ്ട്? അവരെന്താണ് പറയാൻ ശ്രമിക്കുന്നത് കോൺഗ്രസ്? റോഷ്നി, ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിട്ടതിന് പിന്നാലെ തന്നെ മൂന്നാം കക്ഷിയുടെ ഇടപെടലിനെ ചോദ്യം ചെയ്ത് കോൺഗ്രസ് രംഗത്ത് വന്നിരുന്നു. അതിനുശേഷം കോൺഗ്രസ് നേതാക്കളുടെയും ഒപ്പം AICCയുടെയും സോഷ്യൽ മീഡിയ ഹാൻഡിൽ നോക്കുമ്പോൾ അവിടെ ഇന്ദിരാഗാന്ധി 1971 ഇടപെടൽ, അമേരിക്ക ഇങ്ങോട്ട് യുദ്ധക്കപ്പൽ അയക്കും എന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ നിങ്ങൾ യുദ്ധക്കപ്പൽ അയച്ചോ, പക്ഷേ കപ്പലിലുള്ള ആളുകളും കപ്പലും തിരിച്ചു പോകണമെന്ന് രാജ്യം തീരുമാനിക്കും എന്ന് കാര്യം പറഞ്ഞിട്ടാണ് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പ്രചരണം നടത്തിയത്. നമ്മളിപ്പോൾ ഉള്ളത് AICC ആസ്ഥാനം അക്ബർ റോഡിലെ AICC ആസ്ഥാനത്താണ് നമ്മളുള്ളത്. അക്ബർ റോഡിലെ AICC ആസ്ഥാനത്താണ് നമ്മളുള്ളത്. ഇവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ വകയായി ഒരു പടുകൂറ്റൻ ഫ്ലെക്സ് ബോർഡുകൾ വെച്ചിരിക്കുന്നു. പഴയ കാലത്തെ ഇന്ദിരാഗാന്ധി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നത്, സൈനികർക്കൊപ്പം നിൽക്കുന്നത്, സൈനികർക്കൊപ്പം ഫോട്ടോ നിൽക്കുന്നത്, കരാറിൽ ഒപ്പിടുന്നത്, അത്തരം ചില ചിത്രങ്ങൾ കൂടി അതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇന്ത്യ മിസ് ചെയ്യുന്നു ഇന്ദിരയെ എന്ന് പറയുന്നുണ്ട്. ആ ബോക്സിൽ ഇംഗ്ലീഷിൽ എഴുതി വെച്ചിരിക്കുന്നു. ഒപ്പം ഇന്ദിരാഗാന്ധി കോന ആസാൻ നഹി, ഇന്ദിരയെ പോലെ ആകാൻ ആർക്കും കഴിയില്ല എന്ന് വ്യക്തമാക്കി ഹിന്ദിയിലും ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു. ഈ തരത്തിൽ കോൺഗ്രസിൻ്റെ സാമൂഹ്യ മാധ്യമ പോസ്റ്റുകളിൽ കാണുന്ന തരത്തിൽ ഇതിൽ നേരിട്ട് രാജ്യത്തെ വിമർശിക്കാതെ പകരം ഈ ഘട്ടത്തിൽ രാഷ്ട്രീയമായി വിമർശനം ഉന്നയിക്കുന്നത് ഏതെങ്കിലും സാഹചര്യത്തിൽ തിരിച്ചടിയാകുമോ എന്ന് കണ്ടിട്ട് നേരിട്ട് പ്രധാനമന്ത്രിയെയും BJPയെയും വിമർശിക്കാതെ ഈ തരത്തിൽ ഇന്ദിരാഗാന്ധിയുടെ അന്നെടുത്ത സ്റ്റാൻഡ് ഉയർത്തിക്കാട്ടി ആ സ്റ്റാൻഡ് എടുക്കാൻ ആർക്കും കഴിയില്ല എന്ന് ഹിന്ദിയിലും മറ്റും എഴുതി വച്ചിട്ട് ഇന്ദിരാഗാന്ധിയെ മിസ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞ് കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന ഒരു രീതി, ഒരു നീക്കമാണ് കാണുന്നത്. അതാണ് അക്ബർ റോഡിലെ പഴയ AICC ആസ്ഥാന മന്ദിരത്തിന് മുമ്പിലുള്ള ഫ്ലെക്സിൻ്റെ ഒരു രാഷ്ട്രീയം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഫ്ലെക്സ് ആണ് കണ്ടത്. ഇന്ദിരയെ പോലെ ആകാൻ കഴിയില്ലെന്നാണ് ഫ്ലെക്സിൽ എഴുതി വെച്ചിട്ടുള്ളത്. റഹീസ് റഷീദാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.